കുറുവാ സംഘത്തിന്റെ ഭീതിയിൽ ആലപ്പുഴ മണ്ണഞ്ചേരി മാരാരിക്കുളം നിവാസികൾ കഴിയുമ്പോൾ അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ ആശങ്ക എത്ര വലുതാണ് എന്നത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24 ലൈവത്തോൺ. അപകടകാരികളായി ഈ സംഘത്തെ പിടികൂടുന്നവർക്ക് ആലപ്പുഴയിൽ വ്യത്യസ്ത സമ്മാനം ഒരുക്കിയിട്ടുണ്ട് മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ. അതെന്താണ് എന്നത് കാണാം. മാരാരിക്കുളത്ത് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. നാട്ടുകാരെ ആകെ ആശങ്കയിലാക്കിയ കുറുവാ സംഘം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആലപ്പുഴയിൽ വലിയ ഭീതി ഉണർത്തുന്നുണ്ട്. മാരാരികുളത്തും അതോടൊപ്പം തന്നെ മണ്ണഞ്ചേരി മേഖലയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് കുറുവാ സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാരാരികുളം വടക്ക് പഞ്ചായത്തിലാണ്. ഈ കുറുവാ സംഘത്തെ പിടികൂടുന്നതിനായി വ്യത്യസ്തമായ ഒരു വാഗ്ദാനവുമായി ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയാണ് എന്നോടൊപ്പം നിൽക്കുന്ന ഇദ്ദേഹം. രാജശേഖരൻ എന്നാണ് പേര്. എന്താണ് നിങ്ങൾ ഈ ഒരു വ്യത്യസ്ത വാഗ്ദാനം ഈ കുറുവാ സംഘത്തെ പിടിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്? ഞാൻ കുറുവാ സംഘത്തെ പിടിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ഡ്രൈവിംഗ് സൗജന്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് കുറുവാ സംഘത്തിന്റെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പ്രദേശമാണ്. പക്ഷേ ഇവിടെ മാരാരിക്കുളം സ്റ്റേഷനിലാണ്, തൊട്ടടുത്തുള്ള മാരാരിക്കുളം സ്റ്റേഷനാണ് ഈ കുറുവാ സംഘം വന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് അവർ പല പ്രദേശങ്ങളിലേക്ക് അവർ 2 പേരും 3 പേരെ വെച്ച് ഇങ്ങനെ ഡ്യൂട്ടിക്ക് വിടുന്നത്. അതിനുശേഷമാണ് ഓരോ വീട്ടിൽ കൊള്ളയടിക്കുന്നത്. ഞങ്ങളതിപ്പോൾ ഈ സ്ത്രീകളെല്ലാം ഇവരെല്ലാം വളരെ ഭയത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എങ്ങനെ ജീവിക്കും എന്നറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ശരിക്കും ഈ കുറുവാ സംഘത്തെ കൊണ്ട്. കുറുവയെ ഒരാളെ പിടിക്കണം, ഒറ്റ കുറുവയെ പോലും ഇവിടെ പിടിച്ചിട്ടില്ല. മീൻ കുറുവയല്ല ഉദ്ദേശിക്കുന്നത്, കള്ളൻ കുറുവ. അവനെ പിടിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അവനെ പിടിച്ചു തരുന്ന സന്നദ്ധ പ്രവർത്തകർ പോലീസ് തലങ്ങും വിലങ്ങും ഇട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ചെയ്യേണ്ടി വരുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ നിരീക്ഷണവും അതോടൊപ്പം തന്നെ ശക്തമാക്കണോ നാട്ടുകാരുടെ ഞങ്ങളുടെ അയൽവാസികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ക്ലബ്ബ് വയലാർ ഫാൻസിന്റെ അസോസിയേഷന്റെ പ്രവർത്തകരുണ്ട്. അവരെല്ലാം രാത്രി ഓടുന്നുണ്ട്. അതുപോലെ പോലീസിന് ഞങ്ങൾ അറിയിച്ചു. പോലീസ് ഇന്നലെയും രാത്രി 2 മണിക്ക് ഇതിലെ പലതവണ ഇതിലേക്ക് കറങ്ങുന്നുണ്ട്. അവർ ബൈക്കിൽ വരുന്നുണ്ട്, ജീപ്പിൽ വരുന്നുണ്ട്, അല്ലാതെയൊക്കെ വരുന്നുണ്ട്. അവരെ സംരക്ഷണം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്ത് അക്രമവും വലിയ ബഹളം ഉണ്ടായി. ആൾക്കാരെ തലക്കിലടിച്ചിട്ട് ഞങ്ങളുടെ സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ തലക്കൊക്കെ അടിച്ച് കൊന്നിട്ട് അതിനുശേഷം പിന്നീട് ഞാനത് പ്രഖ്യാപിച്ചു. പിന്നെ കള്ളനെ പിടിച്ചു കൊടുക്കുന്നത് 5000 രൂപ പ്രഖ്യാപിച്ചു. അത് 5000 രൂപ ഞാൻ മാരാരിക്കുളം സ്റ്റേഷനിൽ ഒരു കള്ളനെ പിടിച്ചു. ഒരു ത്രിവേണി ക്ലബ്ബ് കൊണ്ട് മാരാരിക്കുളത്തുള്ള ക്ലബ്ബുകാരെ പിടിച്ചു. തൊട്ടടുത്ത മാർക്കറ്റിലാണ് അവർ പിടിച്ചിട്ട് രാത്രി 2 മണിക്ക് വിളിച്ചു. കള്ളനെ ഞാൻ പോയി കണ്ടു, ഉറപ്പുവരുത്തി. പിറ്റേ ദിവസം നേരെ കൊണ്ട് 5000 രൂപ സിയുടെ കൊടുക്കുകയും ചെയ്തു. സി അത് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പബ്ലിക് മീറ്റ് വെച്ച്. അതോടൊപ്പം തന്നെ പോലീസിനെ ജീപ്പ് അടിച്ചുകൊണ്ട് കള്ളനെ ഇവിടെ വെച്ചാൽ പിടിച്ചു കൊടുത്തു. പോലീസിന് ജീപ്പ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താക്കോൽ വെച്ചിട്ട് സി ഇറക്കാൻ പോയ ആ സംഭവത്തിനും ആ ജീപ്പ് അടിച്ചുകൊണ്ട് കള്ളനെ ഞാൻ തന്നെ പിടിച്ചു ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത്തരത്തിൽ കള്ളനെ പിടികൂടുന്നവർക്ക് ഒരു വാഗ്ദാനം, അതായത് ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഈ കള്ളനെ പിടിക്കുകയാണെങ്കിൽ അതിലെ ഒരംഗത്തിന് ഈ ഡ്രൈവിംഗ് സ്കൂളിൽ വയലാർ മെമ്മോറിയൽ ബിൽഡിംഗിലുള്ള ഈ കാർപ്പുറം മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു സൗജന്യ ഡ്രൈവിംഗ് പരിശീലനമാണ് ഇപ്പോൾ ഇതിന്റെ ഉടമ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ വാഗ്ദാനം, ഇത് ഒരു പക്ഷേ നാട്ടുകാർ സഹികെട്ടാകും ഈ നിലയിലേക്ക് ഒരു വാഗ്ദാനം വരും പോലും നടത്തി അങ്ങനെ കള്ളനെ പിടികൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. കാരണം പോലീസ് പട്രോളിംഗ് ശക്തമാക്കുമ്പോഴും വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികളുള്ളത്. കേവലം ഒരു മോഷണം മാത്രമല്ല, ഒരു പക്ഷേ ജീവൻ പോലും അപകടത്തിലാക്കാൻ പറ്റുന്ന ഒരു സംഘമാണ് ഇതിന് പിന്നിലെന്ന സംശയമെല്ലാം തന്നെ പോലീസ് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്കയിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. ചേച്ചി, എങ്ങനെ ഈ നാട്ടിൽ ഇവിടെ അങ്ങനെ ഒരു കള്ളന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു? ഇതുക്കുമ്പോൾ കള്ളന്മാരിങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കുറുവാ സംഘം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾ അന്നന്ന് വേലയെടുത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടു വീട്ടിൽ വന്ന് കിടന്നാലും നമുക്ക് സമാധാന സ്വസ്ഥതയിലേക്ക് നമ്മൾ എങ്ങനെ ജീവിക്കും? ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം. ഇപ്പൊ ആരെങ്കിലും അത് പിടിച്ച് അവരുടെ അടിയും കൊടുത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അതിന് ആളുകൾ ഇങ്ങനെ വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അവനത് ചെയ്ത് എന്തിനത് ചെയ്ത്. പക്ഷെ നമ്മളുടെ ജീവിതം നമ്മുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അതിന് വിമർശനങ്ങൾ കുറെ ഉണ്ടാകും. പക്ഷെ അതല്ല, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. വലിയ ആശങ്കയുണ്ടോ? കാരണം നമുക്ക് പേടിയുണ്ട്. എവിടെയെങ്കിലും പുറത്തേക്ക് പോയാലും നമുക്ക് പേടിയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്ത് ഉള്ളതൊക്കെ ഊരി പാകത്ത് വെച്ചിട്ടാ പോണേ. ഇപ്പൊ ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പിന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ഭദ്രമായിട്ട് ഊരി വെക്കാൻ പറ്റുന്ന അവർക്ക് അതൊക്കെ അറിഞ്ഞ് അവർ എടുത്തോണ്ട് പോകും. പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്തായിരിക്കും നമ്മൾ ചിലപ്പോൾ അതൊക്കെ സംരക്ഷിക്കണം. പക്ഷെ എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? നമ്മൾ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങണ്ടേ? ശങ്കയുള്ള സമയത്തൊന്നും ആരെയും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് മൊത്തം മാധ്യമത്തിലൊക്കെ കൊണ്ട് ഒരു ഭയം കയറി കിടക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ഭയം നല്ല രീതിയിലുണ്ട്. എപ്പോഴാണ് നമുക്ക് തലക്കിട്ടടി വീട്ടിലുള്ളവരെ ആരെയാണ് ആക്രമിച്ചിട്ട് പോകുന്നതും എന്നുള്ള ചിന്തയിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഭയമാണ്, നല്ല രീതിയിൽ ഭയം തന്നെ.
ഇതിലിപ്പോൾ മാരാരികുളം വടക്ക് പഞ്ചായത്തിൽ കള്ളന്റെ സാന്നിധ്യമില്ല. പക്ഷേ തൊട്ടടുത്തുള്ള മറ്റിടങ്ങളിലേക്ക് ഈ മാരാരികുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കള്ളന്മാർ മറ്റു പല മേഖലയിലേക്ക് പോകുന്നൊരു ആശങ്കയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കള്ളനെ വേഗത്തിൽ പിടികൂടി നാട്ടുകാർക്ക് സമാധാനമായി ഉറങ്ങണമെന്നാണ് ഇവിടുത്തെ ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. മാരാരികുളം വടക്ക് പഞ്ചായത്തിൽ നിന്ന് മഹീൻ ജാഫറിനോടൊപ്പം നിതിൻ അംബുജൻ, 24. അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടതൊക്കെ വളരെ സാധാരണക്കാരായ ആളുകളാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ തൊഴിൽ എടുത്ത് വരുമാനമുണ്ടാക്കി സ്വർണം വാങ്ങുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ വലിയ ആശങ്കയിൽ കഴിയുന്നു എന്നുള്ളതാണ്. അവർക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതാണ്. കുറുവ എന്നുള്ള ആ പേരാണ് ഇപ്പോൾ ഭീതി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത്.